നമസ്കാരം. ടെക് ഫോർ ഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3.7 വോൾട്ടിൻ്റെ 10 ബാറ്ററി ഒന്നിച്ച് ചാർജ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരുമെന്ന്. ഇപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് 3.7 വോൾട്ടിൻ്റെ 10 ബാറ്ററി ഹോൾഡർ വേണം. ആ 10 ബാറ്ററി ഹോൾഡർ ഇതുപോലെ ഒന്നിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ജോയിൻ്റാക്കി എടുക്കുക. ഞാനിവിടെ ഡബിൾ ടേപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പ് പ്ലസ് ക്യൂക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡബിൾ ടേപ്പ് ഒട്ടിക്കുന്നു. ഒന്നും കൂടി ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡബിൾ ടേപ്പ് ഒട്ടിക്കുമ്പോൾ പ്ലസ് ക്യൂക്ക് ഇടേണ്ട ആവശ്യമില്ല ശരിക്കും. ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് കളറ് മൈനസും റെഡ് വയർ പോസിറ്റീവാണ്, അതൊന്നിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 വയർ ഇതുമേ സോൾഡർ ചെയ്ത് വെക്കാം. ഇത് മൈനസും ഇത് പോസിറ്റീവും. ഇനി വേണ്ടത് ഇതുപോലൊരു ബക്ക് ഡൗൺ കൺവെർട്ടറാണ്. ഇത് 5 ആമ്പിയറിൻ്റെ കൺവെർട്ടറാണ്. ഇത് ഇൻപുട്ട് സെക്ഷൻ, ഇത് ഔട്ട്പുട്ട് സെക്ഷൻ. ഇത് ഹീറ്റ് സിങ്ക്. ഇവിടെ ഒരു പ്രീസെറ്റ് ഉണ്ട്, വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ, കൂട്ടാനും കുറയ്ക്കാനും. ഇനി വേണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ 3 ആമ്പിയറിൻ്റെ അഡാപ്റ്ററാണ്. ഈ നമുക്ക് ഇതിൽ കണക്ഷൻ കൊടുക്കാം. നേരത്തെ തന്നെ ഈ വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻപുട്ടിൽ ഈ അഡാപ്റ്ററിൻ്റെ പ്ലസും മൈനസും മാറാണ്ട് കൊടുക്കണം. കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അഡാപ്റ്റർ ഒന്ന് AC സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ വരുന്ന വോൾട്ടേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻപുട്ട് സെക്ഷനിൽ ഇത് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ നമുക്ക് ഈ മീറ്ററിൻ്റെ വയർ കണക്ട് ചെയ്തിട്ട് വോൾട്ടേജ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിലിപ്പോൾ 4.3 വോൾട്ടിലാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇത് നമുക്ക് പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 5 വോൾട്ടിൽ നമുക്കിത് സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഇത് 5 വോൾട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2.6 വോൾട്ടാണ് കാണിക്കുന്നത്, തീരെ ചാർജില്ല. അപ്പോൾ നമുക്ക് ഈ ഹോൾഡറിൽ ഈ ബാറ്ററി എല്ലാം ഇടാം. ഈ 10 ബാറ്ററി ഇതിലിടാം. അതിനുശേഷം ഈ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് വയർ ഈ ബാറ്ററി ഹോൾഡറിൻ്റെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇതുപോലെ കണക്ട് ചെയ്യുക. ഇനി അഡാപ്റ്റർ കുത്തിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഇനി ഈ മൊഡ്യൂളിൻ്റെ ഇൻപുട്ടിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തപ്പോൾ 11.9 കാണിക്കുന്നുണ്ട്. അഡാപ്റ്റർ 12 വോൾട്ടാണ്. ഈ 11.9 കാണിക്കുന്നത് ഇത് ചാർജിങ് നടക്കണ കാരണമാണ്, ലോഡ് എടുക്കണ കാരണമാണ് അവിടെ ഡൗൺ കാണിക്കുന്നത്. 12 വോൾട്ട് കാണിക്കാണ്ട് 11.9 വോൾട്ട് കാണിക്കുന്നത്. ഇനി ഈ മീറ്റർ ആംബിയർ സെക്ഷനിലേക്ക് ഇടാം. ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു വയർ വിടിച്ചിട്ടിട്ട് അതുമേൽ മീറ്ററിൻ്റെ 2 വയർ ഇതുപോലെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് ആംബിയർ ചെക്ക് ചെയ്ത് നോക്കാം.
2.7 ആംപിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2.7 ആംപിയറിൽ ഇതിൻ്റെ ചാർജിങ് നടക്കുന്നുണ്ട്. മാക്സിമം ഒരു 2.5 മണിക്കൂർ കൂടുതലായിരിക്കും. 2 മണിക്കൂർ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ചാർജ് ഇടയ്ക്ക് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം ബാറ്ററിയിലേക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട്. ബാറ്ററി ഒരു 4.2 വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് ബാറ്ററി നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് ഒറ്റ ചാർജിൽ 20 ബാറ്ററി വരെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.